ഹായ് സ്റ്റുഡൻസ്, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കോയിഫ് അസോസിയേഷൻ എന്ന് പറയുന്ന സെക്ഷനാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അസോസിയേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സിനെ പറ്റി പഠിച്ചു. ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് അസോസിയേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ്. നമ്മൾ കോറിലേഷനിൽ ന്യൂമറിക്കൽ വാല്യൂസ് ഉള്ള വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ പറ്റി പഠിച്ചപ്പം അത് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്ത ഒരു കോഎഫിഷ്യന്റ് ആയിരുന്നു പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. അതേപോലെ ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള അസോസിയേഷനെ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോഎഫിഷ്യന്റ് ആണ് യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ. ഇവിടെ നമ്മൾ രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആ ഡേറ്റ കിട്ടുന്നത് ഒരു 2x2 കണ്ടിജൻസി ടേബിൾ ആയിട്ടായിരിക്കും. ഓർമ്മയുണ്ടല്ലോ, രണ്ട് ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തുള്ള ഡേറ്റയെ നമ്മൾ ഇതേപോലെ ഒരു 2x2 കണ്ടിജൻസി ടേബിളിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഇത് ആട്രിബ്യൂട്ട് 1, ഇത് ആട്രിബ്യൂട്ട് 2 ആണെങ്കിൽ ഇവിടെ യെസ്സും ഇവിടെ നോവും, ഇവിടെ യെസ്സും ഇവിടെ നോ, ഇങ്ങനെയായിരിക്കും ഡേറ്റ വരിക അല്ലെ. അതിനകത്ത് ഈ ഓരോ കേസിലെയും നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലെ ഫ്രീക്വൻസി ആയിരിക്കും നമ്മുടെ ഈ ഓരോ സെല്ലിലും ഉണ്ടാവുക. ഇവിടെ 20, ഇവിടെ 25, 20, മേ ബി 30, 40 ഇങ്ങനെ ഇട്ടാൽ യെസ് രണ്ട് ആട്രിബ്യൂട്ടും ഉള്ള നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലെ ഫ്രീക്വൻസി 20 ആയിരിക്കും, അടുത്തത് 25, 30, 40 ഇങ്ങനെയാണ് നമ്മളുടെ 2x2 കണ്ടിജൻസി ടേബിൾ വരിക. അപ്പൊ ഇങ്ങനെ ഒരു 2x2 കണ്ടിജൻസി ടേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ മെഷർ ചെയ്യുന്നത്. So write the next heading, Yule's coefficient of association. YULES. അതിന്റെ താഴെ എഴുതൂ, the Yule's coefficient of association measures the degree of association between attributes. Measures the degree of association between attributes. Consider two attributes A and B. Consider two attributes A and B. The corresponding contingency table will be, നമ്മൾ ഓൾറെഡി ജനറലൈസ് ചെയ്ത കണ്ടിജൻസി ടേബിൾ എങ്ങനെ എഴുതണം എന്ന് പഠിച്ചതാണ്. The corresponding contingency table A and B will be, ഇത് ആദ്യത്തെ ആട്രിബ്യൂട്ട് 1 ആണെങ്കിൽ അത് A ആൽഫ എന്നായിരിക്കും, ആട്രിബ്യൂട്ട് 2 ആണെങ്കിൽ അത് B ബീറ്റ എന്നായിരിക്കും. ഇങ്ങനെയാണ് ആ കണ്ടിജൻസി ടേബിൾ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരുന്നത് AB വിത്തിൻ ബ്രാക്കറ്റ്, ഇവിടെ വരുന്ന നമ്പറിനെ നമുക്ക് ക്യാപിറ്റൽ A ബീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യാം, ഇവിടെ വരുന്നത് ആൽഫ ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം, ഇത് ആൽഫ ബീറ്റ. നമ്മൾ തൊട്ട് മുന്നേ ആ എഴുതിയ നമ്പേഴ്സിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. തൊട്ട് മുന്നേ നമ്മളൊരു എക്സാമ്പിളില് എന്താ പറയുക 20, 25, 30, 40 എന്നൊക്കെ എഴുതിയില്ലേ, ആ നമ്പേഴ്സിനെ ജനറലൈസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ദെൻ ദ കറസ്പോണ്ടിങ് കണ്ടിജൻസി ടേബിൾ വിൽ ബി എന്ന് പറഞ്ഞ് ഇത് വരച്ചേ, വിൽ ബി എ ആൽഫ ബി ബീറ്റ, അകത്ത് എ ബി ക്യാപിറ്റൽ എ ബീറ്റ, അടുത്തത് ആൽഫ ബി, ലാസ്റ്റ് ആൽഫ ബീറ്റ. Then the Yule's coefficient of association is defined as, then the Yule's coefficient of association is defined as, ഈ കണ്ടിജൻസി ടേബിൾ ഉപയോഗിച്ച് അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിന്റെ ഫോർമുലയാണ് എഴുതാൻ പോകുന്നത്. Yule's coefficient of association is defined as, അതിനെ നമ്മൾ Q എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. Q is equal to AB into alpha beta minus A beta into alpha b
ഡിവൈഡഡ് ബൈ ആ സെയിം സാധനമാണ് താഴെ പ്ലസ് ഇടണം എന്ന് മാത്രം. ആൽഫ ബീറ്റ പ്ലസ് എ ബീറ്റ ഇൻറ്റു ആൽഫ ബി. മാറിപ്പോരുത്. എ ബി ഇൻറ്റു ആൽഫ ബീറ്റ മൈനസ് എ ബീറ്റ ഇൻറ്റു ആൽഫ ബി ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററിലെ സെയിം സാധനം താഴെ, പക്ഷെ അടിയിൽ പ്ലസ് ആയിരിക്കണം. അതായത് ഒരു കണ്ടിജൻസി ടേബിളിൽ ഇങ്ങനെ കുറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ക്യൂ കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ആദ്യം എ ബിയും ആൽഫ ബീറ്റയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. എ ബി എന്ന് പറയുന്നത് എന്താണ്? ഈ സെല്ലിലുള്ളതാണ് എ ബി. അതിനെ ഈ സെല്ല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് അടുത്തത് എന്താന്ന് നോക്കൂ, എ ബീറ്റ. എ ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ സെല്ല്. എ ബീറ്റ ആൽഫ ബി എന്ന് പറയുന്ന ഈ സെൽ. അതായത് ആദ്യത്തെ ഡയഗണലിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ടാമത്തെ ഡയഗണൽ അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ ആദ്യത്തെ ഡയഗണലിന്റെ പ്രോഡക്റ്റ് പ്ലസ് രണ്ടാമത്തെ ഡയഗണലിന്റെ പ്രോഡക്റ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ജനറലൈസേഷൻ വരെ ഇങ്ങനെയാണ് ഡേറ്റ എന്നിരിക്കട്ടെ. ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. ഇങ്ങനെയാണെങ്കിൽ ക്യൂ എങ്ങനെ കണ്ടുപിടിക്കണം? ക്യൂയുടെ ഫോർമുല എങ്ങനെ വരും നോക്കൂ. ആദ്യം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 2 × 5 മൈനസ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 12 ഡിവൈഡഡ് ബൈ സെയിം സാധനം 2 × 5 പ്ലസ് 4 × 12. ഇതാണ് ക്യൂയുടെ ഫോർമുല. ഓക്കെ, then Q is equal to AB into alpha beta minus A beta into alpha B divided by AB into alpha beta plus A beta into alpha B. ഇത് ഈ Q എന്ന് പറയുന്നത് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ പോലെ തന്നെ -1നും +1നും ഇടയിൽ കിടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇത് ഫോർമുല എഴുതിയിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് Q അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ. പ്രോപ്പർട്ടീസ് ഓഫ് യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ. Number 1, Q lies between -1 and +1. കോറിലേഷൻ കോഎഫിഷ്യന്റ് പോലെ തന്നെയാണ്. ക്യൂയുടെ വാല്യൂ -1നും +1നും ഇടയിൽ കിടക്കും. ക്യൂയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഈ രണ്ട് ആട്രിബ്യൂട്ട്സും തമ്മിൽ പോസിറ്റീവ് അസോസിയേഷൻ ആണ്. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും. ക്യൂയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അസോസിയേഷൻ നെഗറ്റീവ് ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. ക്യൂയുടെ വാല്യൂ +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് അസോസിയേഷൻ ആണ്. ക്യൂയുടെ വാല്യൂ -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് അസോസിയേഷൻ ആണ്. നമ്മുടെ കോറിലേഷന്റെ കാര്യത്തിൽ പറഞ്ഞതിന്റെ എക്സാക്ട്ലി സെയിം ആണ് ഇവിടെ. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി Q lies between -1 and +1. Number 2, Q equal to 0 implies attributes are independent. Attributes are independent. എന്ന് വെച്ചാൽ ക്യൂ ഇപ്പൊ ഡ്രിങ്കിങ്ങും സ്മോക്കിങ്ങും തമ്മിലുള്ള ക്യൂ കണ്ടുപിടിച്ചപ്പം അത് 0 എന്ന് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താ? ആൾക്കാരുടെ ഡ്രിങ്കിങ് ഹാബിറ്റും സ്മോക്കിംഗ് ഹാബിറ്റും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നാണ് അർത്ഥം. രണ്ടും ഇൻഡിപെൻഡന്റ് ആണെന്ന് അർത്ഥം. സോ Q equal to 0 implies attributes are independent. അടുത്തത് മൂന്നാമത്തേത്, Q പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? Q greater than 0 implies എന്താണ്? Attributes are associated positively. Attributes are associated positively. എന്ന് വെച്ചാൽ that is as one increases അടുത്തത് increase ചെയ്യും. As one increases the other also increases. The other also increases. Number 4, Q less than 0. 4, Q less than 0 implies എന്തായിരുന്നു? Implies attributes are
are associated negatively. നെഗറ്റീവ് അസോസിയേഷൻ എന്ന് വെച്ചാൽ ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. ഇപ്പം ഡ്രിങ്കിങ്ങും സ്മോക്കിങ്ങും തമ്മിൽ നെഗറ്റീവ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് കൂടുമ്പം ഡ്രിങ്കിങ് കുറയും, ഡ്രിങ്കിങ് കൂടുമ്പം സ്മോക്കിംഗ് കുറയും എന്നാണ് അർത്ഥം. ആർ അസോസിയേറ്റഡ് നെഗറ്റീവ്ലി. That is, as one increases, the other decreases. As one increases, the other decreases. Okay. അപ്പോൾ ഇതാണ് ക്യൂയുടെ പ്രോപ്പർട്ടീസ്. ഇനി ക്യൂ ഈക്വൽ ടു +1 എന്ന് പറഞ്ഞാൽ അതുകൂടെ എഴുതിക്കോ. ക്യൂ ഈക്വൽ ടു +1 മീൻസ് പെർഫെക്റ്റ് പോസിറ്റീവ് അസോസിയേഷൻ. പെർഫെക്റ്റ് പോസിറ്റീവ് അസോസിയേഷൻ. ഇതൊക്കെ വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. അസോസിയേഷൻ ക്യൂ ഈക്വൽ ടു -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് അസോസിയേഷൻ. പെർഫെക്റ്റ് നെഗറ്റീവ് അസോസിയേഷൻ. ഇത്രയാണ് യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഒന്നുകൂടെ നോക്കി. നമ്മുടെ കയ്യിലെ ഡേറ്റ ഇതേപോലൊരു കണ്ടിജൻസി ടേബിൾ ആയിട്ടായിരിക്കും തരിക. അപ്പൊ അതിന്റെ ഫസ്റ്റ് സെല്ലും ലാസ്റ്റ് സെല്ലോട് മൾട്ടിപ്ലൈ ചെയ്യണം, സെക്കൻഡ് സെല്ലും തേർഡ് സെല്ലോട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് തമ്മിലുള്ള ഡിഫറൻസ് ന്യൂമറേറ്ററിൽ ഡിവൈഡഡ് ബൈ തമ്മിലുള്ള സം. ഓക്കെ, ഈ രീതിയിൽ കാൽക്കുലേഷൻ ഭയങ്കര സിമ്പിൾ ആണ്. വിൽ ഡു ദ കാൽക്കുലേഷൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇതിനകത്ത് ഈ ഒരു റിസൾട്ട് മാത്രം മതി. How it is calculated and what are the properties. Okay, so that's enough. Thank you.